ശ്രീം മഹാത്രിപുരസുന്ദര്यै നമഃ. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ രൂപത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഇപ്പോൾ നടക്കുന്നത്. സഹസ്രനാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ലളിതാ സഹസ്രനാമം. കഴിഞ്ഞ വീഡിയോയിൽ ദേവിയുടെ നാഭിച്ചുഴിയിൽ നിന്ന് ഒരു വള്ളി പോലെ വരുന്ന രോമനിരയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. ഈ വീഡിയോയിൽ കവി ഭാഷയിൽ പറഞ്ഞാൽ ഭഗവതിയുടെ അരക്കെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ആ വള്ളിച്ചെടിക്ക് ഒരു ആധാരം ഉണ്ടാവുമെന്ന് പറയുന്നു, ഒരു ബേസ്മെൻറ്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ ദേവിയുടെ ഒതുങ്ങിയ അരക്കെട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഭഗവതി പത്മിനി എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടവളായിരിക്കണം, അത്രയും വർണ്ണഭംഗിയുള്ളവളാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ആ അരക്കെട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒരു എൻഡിങ് പോയിൻറ്റും ഉണ്ടായിരിക്കും. ഇവിടെ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഭഗവതി ആദിയും അന്തവും ഇല്ലാത്തവളാണെന്നർത്ഥം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 35 മുതൽ 38 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അക്ഷരോമാലതാധാരതാ സമുന്നേയ മധ്യമാ സ്ഥാരദലന്മധ്യപട്ടബന്ധവലിത്രയാ അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത്കടീതടീ രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിതാ. 35ാമത്തെ നാമം. ലക്ഷരോമ ലതാധാരതാ സമുന്നേയ മധ്യമാ. ലക്ഷ്യരോമ ലത ആധാരം. രോമമാകുന്ന ലതയ്ക്ക്, വള്ളിച്ചെടിക്ക് ഒരു ആധാരം ലക്ഷ്യമായിട്ടുണ്ടാകുമല്ലോ. അത് അമ്മയുടെ അരക്കെട്ടാണ്. അപ്പോൾ അത്രയും ഒതുങ്ങിയ ഭംഗിയോടുകൂടിയ അരക്കെട്ടാണെന്ന് ഉന്നേയം ഊഹിക്കാം. മധ്യമ അരക്കെട്ട്, മനോഹരമായ ഒതുങ്ങിയ മധ്യഭാഗത്തോടു കൂടിയവൾ എന്നർത്ഥം. ഇനി 36ാമത്തെ നാമം. സ്തനഭാര ദളന്മധ്യ പട്ടബന്ധ വലിത്രയാ. അമ്മയുടെ സ്തനഭാരത്താൽ ദളൻ ഒടിഞ്ഞു വീഴാൻ പോകുന്ന മധ്യഭാഗത്തിന് പട്ടബന്ധം വലിച്ചു കെട്ടിയതുപോലെ. അപ്പോൾ മധ്യഭാഗം ഒടിഞ്ഞു വീഴാതിരിക്കാൻ വലിച്ചു കെട്ടിയതുപോലെ വലിത്രയം, 3 വരകൾ. സ്ത്രീകളുടെ അരക്കെട്ടിൽ 3 വരകളുള്ളതാണ് സ്ത്രീലക്ഷണം എന്ന് പറയുന്നു. അത് ഒരു ഭംഗിയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തനഭാരത്താൽ ഒടിഞ്ഞു വീഴുന്ന പോലെ അത്രയും കൃശമാണ്, അല്ലെങ്കിൽ അത്രയും ഒതുങ്ങിയ അരക്കെട്ടോടുകൂടിയവൾ എന്നർത്ഥം. ഇനി 37ാമത്തെ നാമം. അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീതടീ. അരുണാരുണ എന്താണ്? അരുണ നിറത്തോടുകൂടിയ കൗസുംഭ, കുസുംഭ പുഷ്പങ്ങൾ. അതിൻ്റെ നിറവും നല്ല ചുവപ്പാണ്. വസ്ത്രഭാസ്വത്, വസ്ത്രം ധരിച്ച. കടീതടി, അരഭാഗം. അപ്പോൾ ചുവപ്പു നിറത്തോടു കൂടിയ വസ്ത്രം ധരിച്ച കാരണം ആ വസ്ത്രത്തിൻ്റെ തിളക്കം അമ്മയുടെ അരക്കെട്ടിനെ പ്രകാശിപ്പിക്കുന്നു എന്നർത്ഥം. ഇനി 38ാമത്തെ നാമം. രത്നകിങ്കിണികാരമ്യ രശനാദാമ ഭൂഷിത. രത്നകിങ്കിണി, രത്നം കൊണ്ടുള്ള മനോഹരമായ മണികൾ കോർത്ത്. രശനാദാമം, രശന എന്നാൽ അരഞ്ഞാണം. അത് അമ്മ നടക്കുമ്പോൾ മണിനാദം പോലെ കിലുങ്ങുന്നു. ദാമം ചരടിൽ കോർത്ത്. അപ്പോൾ അമ്മ രത്നം കൊണ്ടുള്ള മണികൾ കോർത്ത് കിലുങ്ങുന്ന അരഞ്ഞാണം വസ്ത്രത്തിനു മുകളിൽ മനോഹരമായി ഭൂഷിത,
അലങ്കരിക്കപ്പെട്ടവൾ എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തൈക്യരൂപിണ്യൈ നമഃ.